അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഈ പകൽക്കാലവും നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി ഈ പകൽക്കാലത്തെ ശുശ്രൂഷയ്ക്ക് മുമ്പിൽ ആകണം. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ ആകണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും ആരാധനയും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് കടന്നു വന്ന ദൈവമക്കളെ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. രോഗികളായി ഭാരപ്പെടുന്ന ചിലരുണ്ട്. പ്രിയ ഇലന്തൂരെ വത്സമാമ ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ കടന്നു വരാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്നു എന്നറിയുന്നു. കർത്താവ് സൗഖ്യമാക്കട്ടെ. മറ്റ് പ്രിയപ്പെട്ടവരുടെ മേലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ എല്ലാം കർത്താവ് സൗഖ്യമാക്കട്ടെ. എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സൗഖ്യം. വായിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 1 verse 8. യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ഈ ഒരു വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടുന്ന് ധ്യാനിച്ചു പോകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, എന്നോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ. മക്കളെല്ലാം ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എൻ്റെ മേലൊന്ന് വരണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ മേലൊന്ന് വരണമേ. സ്തോത്രം. പരിശുദ്ധാത്മാവേ എൻ്റെ മേലൊന്ന് വരണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ മേലൊന്ന് വരണമേ. സ്തോത്രം. ഓക്കെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ കണ്ടത്, നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ശക്തി ലഭിക്കും. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വീണ്ടും വരും. ചേർന്നൊരാമേൻ പറഞ്ഞാണ്. ദൈവത്തിൻ്റെ ആത്മശക്തി കൊണ്ട് കർത്താവ് നമ്മളെ എന്ത് ചെയ്യും? നിറയ്ക്കും. ഹല്ലേലൂയ. അസാധാരണമായി നിറയ്ക്കും. പ്രിയമകൻ പറഞ്ഞതുപോലെ ശാരീരികമായ രോഗങ്ങൾ വെല്ലുവിളിച്ച് അതിൻ്റെ അകത്തു നിന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ ഈ ഹല്ലേലൂയ ശക്തി പകർന്ന് ദൈവത്തിന് എന്തൊക്കെയോ വലിയവ ചെയ്യിപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയാം, ദൈവം ചെയ്യുന്നതൊക്കെ മുൻപിൽ വലിയവ കണ്ടുകൊണ്ടാണ്. ഒന്നുകൂടെ പറയാം, കർത്താവ് ഇന്ന് ചെയ്യുന്നതൊക്കെ മുൻപിൽ വലിയവ കണ്ടുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നും ഒരു സാധാരണ അനുഭവത്തിലാണ് എന്ന്, അല്ലെങ്കിൽ ഒരു ചെറിയ സാക്ഷ്യമാണ് എന്ന്. പക്ഷെ ഇതിൻ്റെ അകത്തൂടെ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. ഓക്കെ, അപ്പം ശക്തി നമ്മുടെ മേൽ ലഭിക്കും. ആമേൻ. ആത്മാവ് വരുമ്പോൾ ശക്തി എന്ത് ചെയ്യും? ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, ഇന്ന് പകൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം ഈ ദൈവശക്തിയുടെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. ഈ വാക്യത്തിനകത്ത് തന്നെ നമ്മൾ തുടരുന്നു. അടുത്ത 2 വാക്യങ്ങളുടെ മാത്രം ഇന്ന് പകൽ വായിച്ച് നമ്മൾ വേഗത്തിൽ ധ്യാനിക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ വാക്യത്തിനകത്ത് ശക്തി വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്, എൻ്റെ മേൽ ഒരു സാക്ഷ്യമുണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ്സിനെ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുകയാണ്. ദൈവാത്മാവിൻ്റെ ശക്തിക്കകത്ത് എൻ്റെ സാക്ഷ്യമുണ്ട്. ദൈവാത്മാവിൻ്റെ ശക്തിക്കകത്ത് എൻ്റെ സാക്ഷ്യമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവാത്മാവിൻ്റെ ശക്തിക്കകത്ത് എൻ്റെ സാക്ഷ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് പവറിനും ആമേൻ ചിലത് ചെയ്യാൻ കഴിയും. ഹലോ, ഏത് പവറിനും ചിലത് ചെയ്യാൻ കഴിയും. ഒന്നുകൂടെ പറയാം, ശക്തി എന്ന് പറയുന്നത് ചിലത് ചെയ്യാൻ കഴിയുന്നതിനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റിയുടെ ഒരു പവർ ഇവിടെ ഉണ്ട്. അതിന് ചിലത് ചെയ്യാൻ കഴിയും. അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയും? അതിന് ഫാൻ കറക്കാൻ കഴിയും, അതിന് ലൈറ്റിനെ പ്രകാശിപ്പിക്കാൻ കഴിയും, അതിന് AC വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും, അതിന് ഓവൻ വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാം റിസൾട്ട് വേറെയാ. ഇതിൻ്റെ എല്ലാം ഫലങ്ങൾ വേറെയാ. പ്രൈസ് ദി ലോർഡ്. ഫാൻ തരുന്നതല്ല AC തരുന്നത്. രണ്ടും തണുപ്പാണെങ്കിലും അതിനും വ്യത്യാസമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ലൈറ്റിന് വ്യത്യാസമുണ്ട്. ആമേൻ. എന്തുമായി കണക്റ്റഡ് ആയിരിക്കുന്നു അതനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശക്തി ചിലത് ചെയ്യിപ്പിക്കും, ശക്തി ചിലത് ചെയ്യും. ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പറയും അതിനൊരു ബലവുമില്ല, ഒരു ശക്തിയില്ല. ശക്തി ഉണ്ടോ അത് ചെയ്യും. ഹല്ലേലൂയ. ചേർന്നൊരാമേൻ പറഞ്ഞാട്ട്. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചിലത് ചെയ്യും. അത് ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ്, ഒന്ന്, നിന്നെയും എന്നെയും സാക്ഷിയാക്കും. ഹല്ലേലൂയ. നമ്മളെ ആരാക്കും?
സാക്ഷിയാക്കും. എന്തിൻ്റെ സാക്ഷിയാക്കും? രോഗസൗഖ്യത്തിൻ്റെ സാക്ഷിയാക്കും. എന്തിൻ്റെ സാക്ഷിയാക്കും? അത്ഭുതങ്ങൾ ചെയ്യുന്നതിൻ്റെ സാക്ഷിയാക്കും. എന്തിൻ്റെ സാക്ഷിയാക്കും? മനസ്സിൻ്റെ രൂപാന്തരം വരുത്തിയതിൻ്റെ സാക്ഷിയാക്കും. എന്തിൻ്റെ സാക്ഷ്യമാക്കും? ശൂന്യതയ്ക്കകത്തു നിന്ന് നിറവ് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിൻ്റെ സാക്ഷിയാക്കും. എന്തു ചെയ്യാൻ കഴിയും? അനാഥയാണ് എന്ന് പറയുന്നിടത്ത് സനാതത്വത്തിൻ്റെ ഏറ്റവും മൂർച്ഛന്യാവസ്ഥയിൽ നിൽക്കുന്ന യേശുപ്പയുടെ അസാധാരണ സാന്നിധ്യം ഈ പരിശുദ്ധാത്മ സാന്നിധ്യത്തിനകത്ത് നമുക്ക് അവിടുന്ന് വെളിപ്പെട്ട് വരും. അപ്പൊ ഈ ശക്തിക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അതിലേറ്റവും വലുത് പറയുകയാണ്, നമ്മെ ആരാക്കി മാറ്റും? സാക്ഷിയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചതഞ്ഞ ഓട ഒടിക്കുമെന്ന് ശത്രു പറയുമ്പോൾ ഈ ദൈവാത്മാവിന്റെ ശക്തി പറയും, ചതഞ്ഞ ഓട ഒടിക്കത്തില്ല. പുകയുന്ന തിരിയെ കെടുത്തുമെന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ 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 സാഹചര്യങ്ങൾ പറയുമ്പോൾ ഈ ദൈവാത്മാവിന്റെ ശക്തി പറയും, അങ്ങനെ പുകയുന്ന തിരിയെ കെടുത്തത്തില്ല. പുകയുന്ന തിരി കത്തുന്നൊരു സീസൺ വരും. ആമേൻ. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് ലോകം പറയും, പക്ഷെ പുകയുന്നതിനെ കത്തിച്ച് അഭിഷേകത്തിൽ ജ്വലിപ്പിക്കുന്ന ഒരു അസാധാരണ അനുഭവം ഇന്ന് പകലിൽ എന്നിൽ അത് സംഭവിക്കാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഒരു അസാധാരണ അനുഭവത്തിൽ ഇത് വിശ്വസിച്ചോ. You are going to testify the great glory of God. ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മൾ സാക്ഷീകരിക്കാൻ പോകുകയാണ്. ആ സാക്ഷ്യം എവിടൊക്കെ വരുമെന്നാണ് ഇവിടെ പറഞ്ഞത്. അത് യെരുശലേമിൽ വരും, അത് യഹൂദയിൽ വരും, അത് ശമരിയിൽ വരും, അത് എവിടെ വേണമെങ്കിലും വരും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ടെക്നോളജി വെച്ച്, ഇന്നത്തെ സാഹചര്യം വെച്ച് ഞാൻ പറയാം, തെക്കേമലയിൽ നിൽക്കുന്ന നിന്റെ സാക്ഷ്യം ലോക രാജ്യങ്ങളിൽ എത്തിക്കാൻ സ്വർഗം ഇവിടെ നന്മകൾ നൽകി തന്നിട്ടുണ്ട്. ഇന്ന് പകൽ ആർ യു റെഡി? നിങ്ങൾ റെഡിയായാൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എവിടെയും എത്തും. നമുക്കൊരു കാലമുണ്ടായിരുന്നു ഈ സാക്ഷ്യം പറയണമെങ്കിൽ പോകണമെന്നൊരു സീസൺ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇന്നത്തെ ലെവലിൽ നമ്മൾ പോയില്ലെങ്കിലും നമ്മുടെ വാക്കുകൾ പോകും. ഹലോ ആമേൻ ഹല്ലേലൂയ. നമ്മൾ പോയില്ലെങ്കിലും നമ്മുടെ ശബ്ദം പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ഈ ദിവസങ്ങൾ നമ്മുടെ അകത്തു ദൈവം ചെയ്യുന്ന ചില അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ആത്മാവിൽ അനേക രാജ്യങ്ങളിൽ, യെരുശലേമിൽ എത്തട്ടെ, യഹൂദിയിൽ എത്തട്ടെ, ശമരിയിൽ എത്തട്ടെ, ഭൂമിയുടെ അറ്റത്തെത്തട്ടെ. ഇന്ന് പകൽ അങ്ങനെ ചില സാക്ഷ്യങ്ങൾ ഇതിനകത്ത് എൻ്റെ ദൈവത്താൽ സംഭവിക്കും എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആത്മാവിൽ സ്വീകരിച്ചുകൊണ്ട് പറ, എൻ്റെ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുക. ഇപ്പൊ നമ്മളൊരു സാക്ഷ്യം കേട്ടു അല്ലേ? അജിയുടെ സാക്ഷ്യം കേട്ടു. ഫേവയിൽ കർത്താവ് ചെയ്ത സാക്ഷ്യം ഞാൻ പറയാം. അജി അടുത്ത ദിവസങ്ങൾ എവിടെ ഷോയ്ക്ക് പോയാലും, ഏത് ആർട്ടിസ്റ്റുകളുടെ കൂടെയും ആയിക്കോട്ടെ, ഏത് ഫിലിം ആർട്ടിസ്റ്റുകളുടെ കൂടെയും ആയിക്കോട്ടെ, എത്ര ഉയർന്നവർ എനിക്കറിയാം, ചില ഉന്നതരായ ആളുകളുടെ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അവരോട് ധൈര്യത്തോടെ പറയണം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞിനകത്ത്, എൻ്റെ പ്രിയപ്പെട്ടവളിൽ ഇങ്ങനെ ദൈവം ചെയ്തു. ഇതൊരു സാക്ഷ്യമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചെല്ലാൻ പറ്റാത്ത ആമേൻ ഹല്ലേലൂയ ആർട്ടിസ്റ്റുകളുടെ അടുക്കൽ ആമേൻ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാൻ ആമേൻ ഒരു കൃപയും സാധ്യതയും അജിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അവിടെ നിന്നുകൊണ്ട് അവരോട് യേശുവിനെ പറയണം. ഹല്ലേലൂയ. മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആമേൻ പ്രിയപ്പെട്ടവർ, ഡോക്ടേഴ്സ്, നഴ്സസ് ആയിട്ടുള്ളവർ, ആമേൻ ഹല്ലേലൂയ, അവിടെ ഒരു സാധാരണപ്പെട്ട നമുക്ക് ചെന്നെത്താൻ പറ്റാത്തടത്ത് അവർക്ക് ധൈര്യത്തോടെ യേശുവിനെ പറയാം. നമ്മുടെ പ്രൊഫഷൻസ് മുഴുവൻ യേശുവിനെ സാക്ഷിക്കുന്നതായി മാറട്ടെ. കുഞ്ഞുങ്ങളാകട്ടെ, പഠിക്കുന്നവരാകട്ടെ, ആമേൻ ജോലി ചെയ്യുന്നവരാകട്ടെ, ആമേൻ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ, അതിനകത്ത് യേശുവിനെ ഉയർത്താൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും പ്രിയ ബിന്ദുവും കൂടെ ഞങ്ങൾ ഒരു ഭവനത്തിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവർ പ്രാർത്ഥന ആ വീടിനകത്തൊരു കൂട്ടായ്മയുണ്ട്, ചെന്ന് ശുശ്രൂഷിക്കാമോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ ചെന്നു. ആ വീട്ടിൽ ചെന്ന് പരിചയപ്പെടുമ്പോഴാണ് അവരൊരു വലിയ ആമേൻ ബിസിനസ് മേഖലയുടെ ആമേൻ ഹല്ലേലൂയ എന്താ പറയുന്നത് മെയിൻ ആൾക്കാരാണ്. അവരുടെയാണ് ബിസിനസ്. ഒരു പട്ടണത്തിൻ്റെ നടുവിൽ നടക്കുന്ന ഒരു നല്ല ബിസിനസ് അവരുടേതാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് സംസാരിച്ചു വന്നപ്പോൾ പരിചയപ്പെട്ടപ്പോൾ അവർ പറയാ, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും BTH പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഷോപ്പിൽ പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. പുള്ളിയുടെ പിള്ളേരല്ല,
ആമേൻ, ഹല്ലേലൂയ. മാനേജർമാരെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ, ഞങ്ങൾ രണ്ടുപേരും ബൈബിൾ കോളേജിൽ BTHന്റെ ഫൈനൽ ഇയറാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചെന്ന കൂട്ടായ്മയിൽ അദ്ദേഹമാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. ഞാൻ ചെന്ന കൂട്ടായ്മയിൽ അദ്ദേഹമാണ് ലീഡ് ചെയ്തത്. ഞാൻ ചെന്ന കൂട്ടായ്മയിൽ അദ്ദേഹത്തിന്റെ വൈഫാണ് പുറകിൽ നിന്ന് പാട്ടുപാടിയത്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഓർത്ത് എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് ആ ഷോപ്പ് അറിയാം, ഷോപ്പിന്റെ പേരറിയാം. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും അതറിയാം. ആമേൻ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, ആ ഷോപ്പിന്റെ അകത്ത് തന്റെ ബിസിനസ്സിനെ എല്ലാം മാറ്റി വെച്ചിട്ട് അവർ 3-ാമത്തെ വർഷത്തിൽ ദൈവവചനം പഠിക്കുക. സ്തോത്രം. എന്നിട്ട് അടുത്ത വാക്കിനോട് പറഞ്ഞു, പാസ്റ്റർ, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങൾ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ച സമയത്തിനേക്കാളൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ട് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് പോരുന്നത്. അന്നേരം പറയാ, ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഞങ്ങൾ വചനം പഠിക്കുന്നിടത്ത് ഇന്ന് നൈറ്റ് പ്രയറാ, ഞങ്ങൾ അടുത്ത നൈറ്റ് പ്രയറിന് ഇരിക്കാൻ പോവാന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് എൻ്റെ കോൺവെർസേഷൻ ഇടയിൽ 2 പ്രാവശ്യം ചോദിച്ചു, ആമേൻ, ഹല്ലേലൂയ, മീറ്റിംഗ് കഴിയുമ്പോൾ താങ്കൾ ഷോപ്പ് അടയ്ക്കാൻ പോകുന്നുണ്ടോ? ആമേൻ, ഷോപ്പിന്റെ കണക്ക് നോക്കാൻ പോകുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്നില്ല, അതൊക്കെ അവർ ചെയ്തോളും. ഒരു സ്റ്റേറ്റ്മെന്റ്സ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ അകത്ത് കുറിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇനിയുള്ള നാള് എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുക, ഷോപ്പൊക്കെ അത് അതിൻ്റെ വഴിക്ക് നടന്നോളും. ഇന്ന് പകൽ ഞാൻ, ആമേൻ, ഹല്ലേലൂയ, മറ്റാരെയും വിമർശനത്തിന്റെ അനുഭവത്തിൽ നിങ്ങൾ കാണരുത്. ആമേൻ, നമുക്ക് എവിടെയും സാക്ഷിയാകാം, ഏത് ഫീൽഡിലും സാക്ഷിയാകാം. കാരണം ശക്തി വരുമ്പോൾ സാക്ഷിയാകും. ഹല്ലേലൂയ. അവർക്ക് വന്ന ശക്തിയുടെ അനുഭവങ്ങൾ, ആമേൻ, ദൈവാത്മാവിൽ ഞാൻ ഈ അത്യന്ത ശക്തി എന്ന സബ്ജക്റ്റ് തന്നെയാണ് അവരുടെ നടുവിൽ എടുത്തത്. ആമേൻ, അതിന്റെ മറ്റൊരു തലത്തിലൂടെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയ വാക്കുകളാണ്. അതിൻ്റെ അകത്തൂടെ പിന്നത്തേതിൽ അവരുടെ സാക്ഷ്യം കേട്ടപ്പോൾ, ആമേൻ, എനിക്ക് മനസ്സിലായി, വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറയിപ്പിച്ചതല്ല. പരിശുദ്ധാത്മാവ് ആ സന്ദേശം അവിടെ പറയിപ്പിച്ചതിന് ദൈവത്തിനൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഇന്ന് ഈ ആരാധനയിൽ എൻ്റെയും നിങ്ങളുടെയും മേൽ കർത്താവ് ഒരു അസാധാരണ അഭിഷേകത്തിന്റെ അനുഭവം പകരുകയാണ്. ഒരു ശക്തി കൈമാറുകയാണ്. ആ ശക്തിക്ക് പ്രാരംഭത്തിൽ ചെയ്യുവാൻ കഴിയുന്നത് എന്നെയും നിങ്ങളെയും ക്രിസ്തുവിന്റെ സാക്ഷിയാക്കാൻ പോകുന്നു. പക്ഷെ ഒറ്റ കാര്യം മതി, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, നമ്മളൊന്ന് മുൻകൈ എടുത്താൽ മതി. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാർത്ഥമായി ഞാൻ പറയാ, കഴിവ് നോക്കണ്ട, സാധ്യത നോക്കണ്ട, പണം നോക്കണ്ട, അനുഭവങ്ങൾ നോക്കണ്ട. കർത്താവിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ ഒരു സാക്ഷിയാക്കി പുറത്തെടുക്കാൻ ഈ ദൈവസഭയ്ക്കകത്ത് ഒരു അത്ഭുതകരമായ ദൈവിക പദ്ധതിക്ക് വേണ്ടി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് പകൽ ദൈവത്തിന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. അതെന്നിൽ സംഭവിക്കട്ടെ എന്ന് മറിയ ഏറ്റെടുത്തതുപോലെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ 2 കരങ്ങളും അടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ഈ ശക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് സാക്ഷിയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വ്യത്യസ്തമായ നിലയിൽ കണക്റ്റഡായി കയറി വന്നതുകൊണ്ട് ആമേൻ, അതിലേക്ക് നിന്ന് നമ്മുടെ സമയം കളയാതെ അടുത്ത ഒരു ആമേൻ വാക്കിലേക്ക് നമുക്ക് വേഗത്തിൽ ഒന്ന് പ്രവേശിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 31. ആമേൻ, പ്രവർത്തികളുടെ പുസ്തകം 4:31 നമ്മൾ വരികയാണ്. അവിടുത്തെ ആ വാക്ക് ആമേൻ ഞാനൊന്ന് വായിക്കുന്നു, നിങ്ങൾ മലയാളത്തിൽ വായിച്ചാട്ടോ വേഗത്തിൽ. അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഹലോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എല്ലാവരും പറഞ്ഞു നിറഞ്ഞവരായി. ആമേൻ. അതിന്റെ മുകളിലത്തെ ഒരു പദമാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൂടിയിരുന്ന സ്ഥലം ഈ കുലുങ്ങാൻ കാരണം എന്നാണെന്നറിയോ? ഇതിപ്പോ ഇവിടെ ചുമ്മാ നിൽക്കുക, ഇതിന് കുലുക്കമുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ കുലുങ്ങുകയും ചെയ്യാം, കുലുങ്ങാതിരിക്കുകയും ചെയ്യാം. ഒന്നുകൂടെ പറയാം, ഇതിന് വേണേൽ എന്ത് ചെയ്യാം? കുലുങ്ങാം, കുലുങ്ങാതെ ഇരിക്കാം. പക്ഷെ ഇത് എപ്പോഴാണ് കുലുങ്ങുന്നതെന്നറിയാവോ? ഒരു ശക്തി ഇതിൻ്റെ മേൽ വന്നപ്പോൾ. ഹലോ, ഒരു ശക്തി വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇത്രേ ശക്തി അയച്ചുള്ളൂ, ഇനി കുറച്ചുകൂടെ ശക്തി അയച്ചാൽ ഫാൻ കറങ്ങുന്നവരോട് ഇത് വേണം എന്ത് ചെയ്യും? കറങ്ങത്തില്ലേ? കാരണം പവർ എങ്ങനെ വരുന്നോ അതുപോലെ അതെന്ത് ചെയ്യും? ചലിക്കും. ആമേൻ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ, പവർ എങ്ങനെ വരുന്നോ അതുപോലെ അത് ചലിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു പദം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കൂടിയിരുന്ന സ്ഥലം എന്ത് ചെയ്തു? കുലുങ്ങി. അതിൻ്റെ അർത്ഥം അവരിലൂടെ വന്ന ആ ശക്തി
അവർ ഇരുന്ന ഇടം എന്ത് ചെയ്തു? കുലുക്കി. കാരണം ആ പവർ അത്രയ്ക്ക് വലുതാണ്. സ്തോത്രം. നമ്മളിപ്പോ നല്ല കസേരയിലൊക്കെ ഇരിക്കുക, ആമേൻ ഹല്ലേലൂയ, ചെയ്യത്തില്ല, പക്ഷെ ചെയ്യാണെന്നങ്ങ് വിചാരിച്ചു. നിങ്ങൾ അറിയാതെ ഇതിലോട്ടൊരു 240 ഈ ലൈൻ കൊണ്ടുവന്ന് ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ കാലയിലൊന്ന് സ്പർശിപ്പിച്ചാൽ നിങ്ങൾ പറയാ നല്ല കസേരയാ, ചർച്ചിലെ കസേരയാ, ഞാൻ അടങ്ങിയിരിക്കുമെന്ന് പറയുമോ? ആഗ്രഹം കാണും ഒന്ന് മസിൽ പിടിച്ചിരിക്കണമെന്ന്. പക്ഷെ ഈ പവർ അകത്തോട്ട് കയറിയാൽ, ഹല്ലേലൂയ, ഈ പവർ അകത്ത് വന്നാൽ, ഹലോ പ്രൈസ് ദി ലോർഡ്, കുലുങ്ങിപ്പോകും. ഞാൻ മാത്രമല്ല ഞാൻ ഇരിക്കുന്നിടം കൂടെ എന്ത് ചെയ്യും? ഞാൻ നിൽക്കുന്ന ഇടം കൂടെ റബൽക്കമാനിയ. ഇന്ന് പകൽ ദൈവസഭ ആത്മാവിൽ ഏറ്റെടുക്കുക, നമ്മളുടെ പരിമിതികളെ പൊളിക്കുന്ന ഒരു അസാധാരണ ശക്തി പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ കൈമാറാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ചെയ്യും. തെളിവുണ്ടോ? വചനത്തിനകത്ത് തെളിവ് പറയാം. പൗലോസും ശീലാസും പ്രാർത്ഥിക്കുക. എവിടെയാ? കാരാഗ്രഹത്തിനകത്ത്. എങ്ങനെയാ? കൈ ചങ്ങലേൽ, കാലാമത്തിൽ, ആമേൻ ഹല്ലേലൂയ, ശരീരത്തിൽ വസ്ത്രമില്ല. ആമേൻ അടിക്കാവുന്നതിനെ മാക്സിമം അവർ എന്ത് ചെയ്തു? അടിച്ചു പൊട്ടിച്ച് ആമേൻ അങ്ങനെ ഇട്ടിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ ഇരുട്ടുമുറിക്കകത്ത്. പക്ഷെ അവിടെ എഴുതിയിരിക്കുക, അവരാത്മാവിൽ പ്രാർത്ഥിച്ചു. ഹലോ, അവരാത്മാവിൽ സ്തുതിച്ചു. അവരാത്മാവിൽ സ്തുതിച്ചും ആത്മാവിൽ പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോ അവരുടെ മേൽ ഒരു ഒറ്റ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തി വന്നപ്പോൾ ചങ്ങല പൊട്ടി. ഹലോ, ഈ ശക്തി വന്നപ്പോൾ ആമം ഒടിഞ്ഞു. ഹലോ, നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ? ഈ ശക്തി വന്നപ്പോൾ അവർ ഇരുന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. ഹലോ, ഇന്ന് എത്ര തന്നെ ഇളകുകയില്ലെന്ന് വെല്ലുവിളിക്കുന്ന പാരമ്പര്യ അടിസ്ഥാനങ്ങളെയും ഇളക്കി മറിക്കാൻ കഴിയുന്ന ഒരു അത്യന്ത ശക്തി ചിലരെ ഇത് ആത്മാവിൽ ചലിപ്പിക്കും. ചിലരെ ഇത് ആത്മാവിൽ ചലിപ്പിക്കും. ഇത് ആത്മാവിൽ ഇളക്കും. ഈ ശക്തി കുലുക്കും. എവിടെ? ആമേൻ ഹല്ലേലൂയ, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളക്കി ആമേൻ ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇത് ധ്യാനിച്ചപ്പോൾ കർത്താപ്പച്ച പറഞ്ഞു, മോനെ അതൊരു മണ്ടത്തരവാടാ, നീ അങ്ങനെ പറയരുത്. എനിക്ക് എൻ്റെ മക്കളെ പുറത്തു കൊണ്ടുവരാൻ ഈ ലോകത്തിന്റെ കാരാഗ്രഹം ഒരു വിഷയമല്ല. എന്നിട്ട് അപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ എവിടെ ഇളക്കിയിട്ടാടാ പത്രോസിനെ പുറത്തു കൊണ്ടുവന്നേ? അപ്പം ഞാൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇളക്കിയതല്ല. അവർ പ്രാർത്ഥിച്ചപ്പോ, അവരാരാധിച്ചപ്പോ അവരുടെ മേൽ വന്ന ശക്തിയാൽ അതങ്ങ് ഇളകിപ്പോയതാ. ഹലോ, ഇന്ന് പകൽ നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുക, എൻ്റെ മേൽ ഒരു ദൈവശക്തി വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ചില മേഖലകൾക്ക് ഇരിക്കാൻ കഴിയാത്തതുപോലെ ഇളകും. പാരമ്പര്യം വെല്ലുവിളിക്കുന്ന, രോഗം വെല്ലുവിളിക്കുന്ന, ശാപം വെല്ലുവിളിക്കുന്ന, നിരാശ വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ പൊളിയുക. അത് ഈ ശക്തി വരുമ്പോ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ഈ ദൈവശക്തി ചിലരുടെ മേൽ വീഴുന്നത് അടുത്ത ദിവസങ്ങൾ സാക്ഷ്യമാകാൻ പോകുകയാണ്. ഈ ശക്തിയാൽ മറ്റൊരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിനെ പറയുന്നത്, ഈ ശക്തിയെ പറയുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നാണ്. ആ ശക്തിയുമായി ബന്ധപ്പെട്ടും നമ്മൾ ഇതിനെ മനസ്സിലാക്കുക. കല്ലറയ്ക്കകത്ത് കൊണ്ട് അവൻ അടക്കി വെച്ചിട്ട് ഇനി അവൻ പുറത്തു വരരുത് എന്ന് നിയമം അതിനനുകൂലമാക്കി, സാഹചര്യം
സാഹചര്യം അതിന് അനുകൂലമാക്കി, പടയാളികളെ അതിന് കാവലാക്കി, എല്ലാം ചെയ്തിരിക്കുന്നു. പക്ഷേ ശക്തി അകത്തു വന്നപ്പോ, ശക്തി അകത്തു വ്യാപരിച്ചപ്പോ, പുനരുത്ഥാനത്തിന്റെ ശക്തി അകത്തു വന്നപ്പോ പുറമെ നിന്ന് കല്ലുരുണ്ടു, പുറമെ വന്ന ചങ്ങല പൊട്ടി, പുറമെ നിന്ന് പടയാളി ഓടി. ഇതിനൊന്നും അവിടെ ആരും ചെയ്തില്ല. പടയാളിയെ ഓടിക്കാൻ ആരും വന്നില്ല, ചങ്ങല പൊട്ടിക്കാൻ ആരും വന്നില്ല, കല്ലുരുട്ടാൻ ആരും വന്നില്ല. പക്ഷെ അവിടെ വന്നതൊന്നേ ഉള്ളൂ, ഒരു ശക്തി. വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ നോക്കി ഇന്ന് പകൽ സഭ ഭാരപ്പെടണ്ട, സഭ അധൈര്യപ്പെടണ്ട. അടയ്ക്കുന്ന വഴികളെ നോക്കി സഭ നിരാശപ്പെടണ്ട. ഇന്ന് പകൽ നിന്റെ മേൽ ശക്തി ഒന്ന് വ്യാപിക്കട്ടെ. ആത്മാവിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആത്മാവിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആത്മാവിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഈ ദിവസങ്ങൾ നിങ്ങൾ ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയ മക്കളെ ശ്രദ്ധിച്ച് അസാധാരണമായ ദൈവിക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം കർത്താവ് ഈ ശക്തിയാൽ ചിലരെ അയക്കാൻ പോകുകയാണ്. കർത്താവ് ഈ ശക്തിയാൽ ചിലരെ മിഷണറിമാരായി പുറത്തെടുക്കും. കർത്താവ് ഈ ശക്തിയാൽ ചിലരെ വിഷണറിമാരായി വിഷൻസ് അകത്ത് കൊടുത്ത് പുറത്തെടുക്കും. കർത്താവ് ഈ ശക്തിയാൽ ചിലരെ പ്രവാചകന്മാരും പ്രവാചകിമാരുമായിട്ട് പുറത്തെടുക്കും. കർത്താവ് ഈ ശക്തിയാൽ ചിലരെ അത്ഭുതങ്ങൾ ചെയ്യുന്നവരായി പുറത്തെടുക്കും. കാരണം വചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ആമേൻ. ആ പകർച്ചയുടെ നാളുകൾ അടുത്ത് വന്നിരിക്കുകയാ. ഈ ആത്മശക്തിയാൽ ഇന്ന് പകൽ ചിലർ ശലിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഷാദാല റബന ദുരബന ദരാദിയാലബ ഹർക്കമാന ബൗഡവേദാരബ ശംദരാധന. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പറയാൻ പോകുക, ഈ ശക്തിക്ക് കഴിയാത്തതൊന്നുമില്ല. ഈ ശക്തിക്ക് കഴിയാത്തതൊന്നുമില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ ശക്തിയാണ് നമ്മുടെ കാര്യം നോക്കിക്കോണമെന്ന് പറഞ്ഞ് യേശു അപ്പ ഏൽപ്പിച്ചിട്ട് പോയത്. ഹലോ, ഹല്ലേലൂയ. കാര്യപ്രാപ്തിയുള്ള, കാര്യം ചെയ്യാൻ കഴിയുന്ന, കാര്യം ചെയ്യാൻ അധികാരം കൊടുത്ത്, കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്ത്, കാര്യസ്ഥനാക്കി നിർത്തിയിട്ട് അപ്പ പോയിരിക്കുന്നത് ഈ ശക്തിയെയാണ്. അതുകൊണ്ട് ഈ ശക്തി ഉറപ്പ് പറയുക, ലോകത്തിന്റെ ഒരു ശക്തിക്കും എന്നെ ജയിക്കാനൊക്കത്തില്ല. മരണശക്തിക്ക് എന്നെ ജയിക്കാനൊക്കത്തില്ല. പാതാള ശക്തിക്ക് എന്നെ ജയിക്കാൻ ഒക്കത്തില്ല. രോഗശക്തിക്ക് എന്നെ ജയിക്കാൻ ഒക്കത്തില്ല. കടബാധിത എന്ന ശക്തിക്ക് എന്നെ ജയിക്കാൻ ഒക്കത്തില്ല. ദുഃഖം എന്ന ശക്തിക്ക് എന്നെ ജയിക്കാൻ ഒക്കത്തില്ല. കാരണം എൻ്റെ മേൽ അതിനെ ജയിക്കുന്ന ഒരു അത്യന്ത ശക്തി കർത്താവ് പകർന്നിട്ടുണ്ട്. ഇങ്ങനെ നിറഞ്ഞവരായി ദൈവവചനത്തെ അവർ ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഈ ശക്തി നമ്മുടെ അകത്ത് വന്നാൽ നമ്മുടെ അകത്തെ ഭയങ്ങൾ മാറിപ്പോകും. ഈ ശക്തി നമ്മുടെ അകത്ത് വന്നാൽ നമ്മുടെ അകത്തെ നിരുത്സാഹങ്ങൾ മാറും. ഈ ശക്തി നമ്മുടെ അകത്ത് വന്നാൽ ആമേൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ നിസ്സാരമായിട്ട് തോന്നും. ശത്രു വലിയ കാര്യമായിട്ടാണ് വെല്ലുവിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്കതിനെ നിസ്സാരമായിട്ട് തോന്നും. വചനത്തിനകത്ത് പഴയ നിയമത്തിൽ നടന്ന യുദ്ധങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. അവിടെ അതിനെയൊക്കെ പ്രവാചകന്മാർ ദൈവാഭിഷേകത്തോടു കൂടെ നിന്നവർ കണ്ട അതിൻ്റെ വലുപ്പം നിങ്ങൾ നോക്കണം. ആമേൻ. ഒരു സൈന്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, അവർ പറയുന്നത് ഇതൊക്കെ നിസ്സാരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ നിസ്സാരവാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽ ആത്മാവിൽ മനസ്സിലാക്കണം, ഈ ശക്തി ശത്രുവിൻ്റെ ശക്തിയെ ചെറുതാക്കി കാണിക്കും. ഈ അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, രോഗശക്തിയെ ചെറുതാക്കി കാണിക്കും, ഭയങ്ങളെ മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ഈ ശക്തി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം നമ്മെ സാക്ഷികളാക്കും. രണ്ട്, ആമേൻ, ഹല്ലേലൂയ, എവിടെ ഇരിക്കുന്നു അവിടം കുലുക്കും. എവിടെ ഇരിക്കുന്നു അവിടം പറഞ്ഞു, എവിടെ ഇരിക്കുന്നു അവിടം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ പോസിറ്റീവ് സെൻസിൽ എടുക്കണം. ആമേൻ, ഹല്ലേലൂയ. ചില കുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറയും, എടാ പള്ളിയിൽ ചർച്ചിലെങ്കിലും ഇരിക്കുമ്പോൾ ഒന്ന് അടങ്ങി ഇരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ ചർച്ചിൽ അടങ്ങിയിരിക്കണം. ഒരു ആമേൻ പറഞ്ഞേ. ഓക്കെ, അതിൽ ആ സെൻസിൽ അത് പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. പക്ഷേ ഈ ശക്തി വരുന്ന ചിലരെ നോക്കിയാൽ നമ്മൾ പറയും, ഈ പുള്ളിക്കൊന്ന് അടങ്ങിയിരുന്ന എന്താ കുഴപ്പം? ഈ പുള്ളിക്കാരത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് അടങ്ങിയിരുന്ന് ആഗ്രഹം അവർക്കും ഉണ്ടെന്നേ. പക്ഷേ ഈ ശക്തി വരുമ്പം ഇങ്ങനെ ഇരുന്നാൽ ഞാൻ കറണ്ട് അടിപ്പിക്കും.
അടുത്ത ആഴ്ച എല്ലാ ചെയറിൻ്റെയും താഴെ ഈ നല്ല ഗാർഡനിലൊക്കെ വെള്ളമൊഴുക്കാൻ അതിനെന്നാ പേര് പറയുന്നത്, അങ്ങനെ വെക്കുന്ന ഓരോ ചെയറിൻ്റെ താഴെ ഞാൻ ആമേൻ ഹല്ലേലൂയ പവർ വെക്കും. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ അറിയാം നിങ്ങൾ അടങ്ങിയിരിക്കുകയോ ഇല്ലയോ, ഒരു തെളിവ് വേണ്ടേ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. ഞാൻ നല്ലൊരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് എത്രയോ പ്രാവശ്യം ശക്തി അടിച്ചിട്ടുണ്ടെന്നറിയോ. ആമേൻ. നിങ്ങൾക്ക് പിടികിട്ടില്ല. ആമേൻ ഹല്ലേലൂയ. എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഇവിടെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നൊക്കെ തന്നെ അങ്ങ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നല്ലൊരു ഇലക്ട്രീഷ്യൻ ആയിട്ടുണ്ട് എത്ര തവണ. ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ പ്രൈസ് ദി ലോർഡ്. അന്നേരം എല്ലാം എനിക്ക് ഈ സംഭവത്തിൻ്റെ കുറച്ച് ഇതേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. ഇപ്പം നന്നായിട്ട് തെളിഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ സുഖമാണ്, കറങ്ങുമ്പോൾ ഇരിക്കാൻ സുഖമാണ്. പക്ഷേ ഇവൻ്റെ ശക്തി ഒന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അറിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ രോഗത്തിൻ്റെ മേൽ ജയിക്കാൻ കഴിയുന്ന, മരണത്തിൻ്റെ മേൽ ജയിക്കാൻ കഴിയുന്ന, ശാപത്തിൻ്റെ മേൽ ജയിക്കാൻ കഴിയുന്ന, ശൂന്യതയുടെ മേൽ ജയിക്കാൻ കഴിയുന്ന ആമേൻ ഹല്ലേലൂയ ഒരു അത്യന്ത ശക്തി അത് നമുക്കൊരു സാക്ഷിയാക്കി മാറ്റാൻ പോകുകയാ. രണ്ട്, ഇത് ഇരിക്കുന്ന ഇടത്തെ എന്ത് ചെയ്യും? കുലുക്കും. 120 പേര് മാത്രം കൂടിയിരുന്നപ്പോഴല്ല കുലുങ്ങിയത്. ആമേൻ. 2 പേര് ഇരുന്നിടവും കുലുങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. 120 പേര് ഇരുന്നിടം കുലുങ്ങിയ സത്യമാ. പക്ഷേ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് 2 പേര് ഇരുന്നപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയതാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വലിയ കൂട്ടുമൊന്നും വേണ്ട. നീ ഒറ്റയ്ക്കാണെങ്കിലും ഈ ശക്തി നിന്റെ മേൽ വന്നാൽ, ഞാൻ ആരോടോ പ്രവചിക്കുന്നു. കുഞ്ഞെ നീ പറയുന്നു വീട്ടിൽ ഒറ്റയ്ക്കാ. കുഞ്ഞെ നീ പറയുന്നു എൻ്റെ കൂടെ വരാൻ ആരുമില്ലല്ലേ. കുഞ്ഞെ നീ പറയുന്നു നിനക്ക് ഒപ്പം എത്താൻ ആരുമില്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ അകത്തൊരു ശക്തി പരിശുദ്ധാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുക. അടബന ധൂരമര വര വര ബൗഡരാരബന ധിരവന വേദാരബ അർക്കമാന ബൗഡവേദാരബ ശന്തരാധനാദിയ. അപ്പൊ ഈ ശക്തി സാക്ഷ്യമാകും, ഈ ശക്തി കുലുക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. മൂന്നാമത്തെ പദം വേഗത്തിൽ ഒന്ന് വായിച്ചു സഹായിക്കുക. ആമേൻ. ലൂക്കോസ് 4:14. ലൂക്കോസ് 4:14. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. വേഗത്തിൽ ഒന്ന് വായിച്ചു സഹായിക്കുക. ലൂക്കോസ് 4:14. ഓ ജീസസ്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. ഗലീലയ്ക്ക് ഒരു ചരിത്രമുണ്ട്, അത് പരാജയത്തിന്റെ ചരിത്രമാണ്. ഗലീല തന്റെ ശക്തി വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വരുന്ന ആരെയും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഉയർത്തത്തില്ല. ആമേൻ. ഇരുളടഞ്ഞ ദേശം, ഇവിടെ ആർക്കും ഞാൻ പ്രകാശം കൊടുക്കത്തില്ല. അത് ഗലീലയുടെ ഹിസ്റ്ററിയാണ്. പക്ഷെ യേശു ചെയ്തത് ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. ദൈവസഭയോട് പ്രവചിക്കാൻ പരിശുദ്ധാത്മാവിൽ എൻ്റെ അകത്ത് ദൈവം നൽകിയ നിയോഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈമാറുക. ഇന്നലകളിൽ ഇരുട്ട് വ്യാപരിച്ചിരുന്ന ഗലീലയിലേക്ക് യേശുവിനെ ആത്മശക്തിയോടെ മടക്കി വരുത്തിയതുപോലെ നമ്മളുടെ മുൻപിൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലാൻ നിനക്കൊരു മടങ്ങി വരവില്ലെന്നും നിന്നെ മടക്കി വരുത്തുകയില്ലെന്നും ആമേൻ, നിനക്ക് നഷ്ടപ്പെട്ടത് വൺസ് ഫോർ എവർ എന്ന് പറഞ്ഞ് നിന്നെ നിരാശപ്പെടുത്തിയ മേഖലകളിൽ ഇന്ന് പകൽ ഈ ശക്തി ചിലതിനെ മടക്കി വരുത്താൻ പോകുകയാണ്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അടഞ്ഞുപോയ മേഖലകളിൽ, ഇരുട്ട് വെല്ലുവിളിച്ച മേഖലകളിൽ, ശൂന്യത വെല്ലുവിളിച്ച മേഖലകളിൽ നിങ്ങൾ എത്ര പേര് എന്നോട് ചേർന്ന് പറയൂ, ഈ ദിവസങ്ങൾ ഞാനൊന്ന് പോകാൻ പോകുകയാണ്. അതെങ്ങനെയാണെന്നറിയാമോ? ആത്മാവിന്റെ ശക്തിയോടെ. അവിടെ എന്നാ സംഭവിക്കുന്നത്? ഈ ശക്തി എന്നിൽ വ്യാപരിക്കുമ്പോൾ ഗലീലയുടെ ശക്തി ഇന്നലത്തെ പോലെ വരും. പക്ഷെ അവർ ഇന്ന് വിവരമറിയും. ഹലോ, കടഭാരത്തെ നോക്കി പറ, രോഗാത്മാവിനെ നോക്കി പറ, അപവാദത്തെ നോക്കി പറ, അപമാനത്തെ നോക്കി പറ, ശൂന്യതയെ നോക്കി പറ, ഞാൻ വരുന്നത് ആത്മാവിന്റെ ശക്തിയോടെയാ. ഇത് വിശ്വസിക്കാൻ പറ്റുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്രതികരിച്ചു തുടങ്ങിക്കോ. ചിലരെ ആത്മശക്തിയോടെ മടക്കിക്കൊണ്ടുവരാൻ എന്റെ സ്വർഗം ഇതിനകത്ത് ഇറങ്ങി വരികയാ. ആത്മശക്തിയോടെ മടക്കിക്കൊണ്ടുവരാൻ, ആത്മശക്തിയോടെ
ആത്മശക്തിയോടെ ഹല്ലേലൂയ ഇന്ന് പകൽ പൈശാചിക ബന്ധനങ്ങളെ ഉടച്ചു കളയുന്ന ഒരു അത്യന്ത ശക്തി ചിലരെ മടക്കി കൊണ്ടുപോകയില്ലെന്ന്, മടക്കി തരികയില്ലെന്ന്, മടക്കി പ്രാപിക്കുകയില്ലെന്ന് പറഞ്ഞ ചില മേഖലകളിലേക്ക് ഓ ശാല രാംധര ധൂരമാന ബൗഡവേദാരഭ ഉടരബരബര ബൗഡലാരബനബര ബൗഡലാരബന ധീരബന അടലബനബരബര ശംദരബലബല ദിഗബനവേദി അർക്കജാന ബൗഡവേദാരഭ ശംദരാധന അർക്കജാന ബൗഡൽ കമാനദല രിഗബനവേദി അടരാ ജഗരാ രഗൽ ഖഡഗരഗന ധുരബനവേദ അർക്കര ധീരമാന ബൗഡവേദാരഭ. ഈ ശക്തി ചിലരുടെ മേൽ പകരം പോകുകയാ. ഈ ശക്തി ചിലരുടെ മേൽ പകരം പോകുകയാ. ഈ ശക്തി ചിലരുടെ മേൽ നിറയപ്പെടാൻ പോകുകയാ. യോഹന്നാനെ പത്മോസ് എന്ന് പറയുന്ന മരണദ്വീപിനകത്തേക്ക് വിധി പറഞ്ഞു വിടുമ്പോ ഇന്നലെ വരെ ചരിത്രത്തിൽ ആ ദ്വീപിൽ പോയ ഒറ്റയൊരെണ്ണം പോലും മടങ്ങി വന്നിട്ടില്ല. പക്ഷേ ആമേൻ ഹല്ലേലൂയ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് വിധി പറഞ്ഞുകൊണ്ട് നിയമവും ആമേൻ അനുഭവങ്ങളും ബന്ധങ്ങളും എല്ലാം ഒരുപോലെ യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിൽ കൊണ്ടുപോയെങ്കിൽ യോഹന്നാന്റെ മേൽ പത്മോസിൽ ഒരു ശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ ആത്മാവിൽ യോഹന്നാൻ നിറയുകയാണ്. പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ നിറയുകയാണ്. ആ നിറവിന്റെ അകത്തു നിന്ന് സംഭവിച്ചത് ആമേൻ ഇതുവരെ മടങ്ങി വന്നിട്ടില്ലെന്ന് വിധി പറഞ്ഞ പത്മോസിന്റെ അകത്തു നിന്ന് യോഹന്നാൻ അങ്ങോട്ട് പോയതുപോലെയല്ല. ഞാൻ ഒന്നുകൂടെ പറയാ, എപ്പോഴും മാർവിൽ കിടന്നവനെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയവർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട്. ഹലോ, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, പത്മോസേ നിനക്കവിടെ അഭിഷിക്തനെ ഒതുക്കാനൊക്കില്ല. ആമേൻ. ദൈവശക്തി നിറയപ്പെടുന്ന ഒരുവനെ ഒതുക്കാനൊക്കില്ല. ഇത് ഞാൻ ചിലരോട് പ്രവചിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് നിന്നെ ഒതുക്കാനൊക്കില്ല. നിന്റെ ചുറ്റുപാടിൽ നിന്റെ പഞ്ചായത്തിനകത്ത് നിന്നെ ഒതുക്കാനൊക്കില്ല. നിന്റെ തലമുറയെ എവിടെങ്കിലും ഒരുത്തൻ ഒതുക്കാനൊക്കില്ല. ഇന്ന് പകൽ നിന്റെ ജോലിക്കകത്ത് നിന്നെ ഒതുക്കാനൊക്കില്ല. നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് നിന്നെ ഒതുക്കാനൊക്കില്ല. നിന്റെ നന്മയിൽ നിന്നെ ഒതുക്കാനൊക്കില്ല. ഒതുക്കാൻ ശ്രമിക്കുന്ന ദുരാത്മ മേഖലകളെ ജയിക്കുന്ന ഒരു ശക്തി മടങ്ങി വരും, 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 മടങ്ങി വരും. ശത്രു ഏതെങ്കിലും വ്യക്തികളെ ഒതുക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ ആരാധനയ്ക്കകത്തിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കണം. ഞാൻ ഈ ശക്തിയോടെ ഇന്ന് പകൽ എന്റെ വീടിനകത്ത് ചെല്ലും. ആമേൻ. ശത്രു ഒതുക്കി വെച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ. അവർ ആത്മാവിൽ മടങ്ങി വരൂ, ആത്മശക്തിയിൽ അവർ മടങ്ങി വരൂ. ഇത് ഏറ്റെടുക്കാൻ കഴിയുന്ന മക്കൾ ആത്മാവിൽ ഏറ്റെടുക്കുക. ആരുടെയെങ്കിലും ഭൗതിക നന്മകളെ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത് ജോലിയിലൂടെ വന്നതാകാം, ബിസിനസ്സിലൂടെ വന്നതാകാം, ആമേൻ ഹല്ലേലൂയ, ഏതെങ്കിലും നേട്ടങ്ങളിൽ വന്നതാകാം. ഇന്ന് പകൽ അത് ശത്രു കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ നീ പറ, അത് മടങ്ങി വരത്തില്ലെന്ന് നീ പറഞ്ഞിരിക്കുക. പക്ഷെ ഇന്ന് പകൽ അത് മടങ്ങി വരാൻ പോകുകയാണ്. അത് മടങ്ങി വരാൻ പോകുകയാണ്. എന്നോട് ചേർന്ന് എത്ര പേര് പറയൂ, ഇതൊരു മടങ്ങി വരവിന്റെ കാലം, ഇതൊരു മടങ്ങി വരവിന്റെ സീസൺ. ആമേൻ. യേശുവിൻ നാമത്തിൽ ആരോഗ്യം മടങ്ങി വരട്ടെ, നന്മകൾ മടങ്ങി വരട്ടെ, ബന്ധങ്ങൾ മടങ്ങി വരട്ടെ, ഉയർച്ചകൾ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രാരംഭത്തിലെ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ ഒരു വഴിയായിട്ട് വന്നത് 7 വഴിയായിട്ട് പോകട്ടെ, ഒരു വഴിയായിട്ട് വന്നത് 7 വഴിയായി പോകട്ടെ. നമ്മൾ ആരാധിച്ചു പാടിയതുപോലെ ദൈവം എനിക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ തുറക്കുകയാണ്. Receive the power of the Holy Spirit. Receive the power of the Holy Spirit. Receive the power of the Holy Spirit. Hallelujah. Hallelujah. നമ്മൾ വായിക്കുന്നു, യേശുവിന്റെ ആത്മാവിന്റെ ശക്തിയോടെ. ആമേൻ. ഹല്ലേലൂയ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് എന്ത് ചെയ്തു? അടുത്ത വാക്കോടെ പറഞ്ഞ് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ ശ്രുതി. ഞാൻ അവിടെ ചോദിച്ചൊരു ചോദ്യം നിങ്ങളോട് പറയാം. ഞാൻ ചോദിച്ചു, എന്തോ ശ്രുതിയാ പാടുന്നേ? കർത്താവിനോട് പറഞ്ഞൊരു വാക്യം പറയാം, പരന്നത് ഒറ്റ ശ്രുതിയേ ഉള്ളൂ. ഇനിയും സാധാരണ ശക്തിയോടെ ഇവന്റെ അടുക്കിലേക്ക് വരാൻ
അവന്റെ ശ്രുതി പകർന്നു. മരിച്ചവർ പോലും വന്നാൽ ജീവിക്കും. രോഗി വന്നാൽ, ഭൂതമുള്ളവൻ വന്നാൽ വിടുതൽ, കടഭാരമുള്ളവൻ വന്നാൽ ഈ ശ്രുതി അങ്ങ് പകരുന്നു. എന്നിട്ട് ആത്മാവ് എന്നോട് പറഞ്ഞു, മോനെ നീ ധൈര്യമായി സഭയ മക്കളോട് പറയണം, നിന്നെ ഉയർത്താൻ ദൈവം പ്ലാൻ ചെയ്ത പദ്ധതികൾ അത് പരക്കാൻ സമയമായി. ദൈവം നമ്മെ ഉയർത്താൻ ദൈവം ചില പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ആദ്യമായി ചർച്ചിൽ വന്ന വാത്സല്യ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇന്ന് പകൽ നിങ്ങളെ ഇതിനകത്ത് കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചില ദൈവിക പദ്ധതികളുടെ നിവർത്തീകരണത്തിന്. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ നിവർത്തീകരിക്കാൻ നമ്മൾ ഇന്ന് തകർന്നിരിക്കുന്നു. നമ്മൾ ഇന്ന് ആമേൻ വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെയാണ് മനുഷ്യമായി പറയുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, ഞാനൊരു ശക്തി പകരാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്